നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സ്വാധീനമുള്ള നിരവധി മണ്ഡലങ്ങൾ BJP ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അതിലൊന്നാണ് തിരുവല്ല അസംബ്ലി മണ്ഡലം. 2006 മുതൽ തിരുവല്ല അസംബ്ലി മണ്ഡലത്തിൽ നിന്നും വിജയിക്കുന്നത് ജനതാദൾ നേതാവായ മാത്യു ടി തോമസ് ആണ്. 1987 മാത്യു ടി തോമസ് തിരുവല്ലയിൽ നിന്ന് വിജയിച്ചിരുന്നു. 2006 2016 2006 VS അച്യുതാനന്ദൻ മന്ത്രിസഭയിലും 2016 പിണറായി വിജയൻ്റെ ആദ്യത്തെ മന്ത്രിസഭയിലും മാത്യു ടി തോമസ് ഗതാഗത മന്ത്രിയായിരുന്നു. അതിനുശേഷം അദ്ദേഹം മന്ത്രിസ്ഥാനം ഒഴിയുകയും കെ കൃഷ്ണൻകുട്ടി മന്ത്രിയാവുകയും ചെയ്തു. തിരുവല്ല അസംബ്ലി മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം എന്നത് അതൊരു മാർത്തോമ ക്രൈസ്തവ മണ്ഡലമാണ് എന്നതാണ്. മാർത്തോമ വിശ്വാസികളാണ് ആ മണ്ഡലത്തിൽ കൂടുതലും. അവിടെ നിന്ന് ജയിച്ചവരും ഏറെക്കുറെ എല്ലാവരും തന്നെ മാർത്തോമ ക്രൈസ്തവ വിശ്വാസികളായിരുന്നു. മാത്യു ടി തോമസ് ഉൾപ്പെടെയുള്ളവർ. അതിനു മുമ്പ് അവിടെ നിന്ന് ജയിച്ചത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ നേതാവായിരുന്നു. അദ്ദേഹം മരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു. അങ്ങനെ അവരെല്ലാവരും ഈ മാർത്തോമ ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ടവരായിരുന്നു. എന്ന് വെച്ചാൽ മാർത്തോമ ക്രിസ്ത്യാനികൾക്ക് നിർണായക സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് തിരുവല്ല അസംബ്ലി മണ്ഡലം. അവിടെയാണ് BJP തങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ അനൂപ് ആൻ്റണിയെ 2026 തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അനൂപ് ആൻ്റണി തിരുവല്ല സ്വദേശിയാണ്, മാർത്തോമ വിഭാഗത്തിൽപ്പെട്ടയാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവിടെ മത്സരിപ്പിക്കാനുള്ള നീക്കം BJP ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. മാത്യു ടി തോമസ് തന്നെയായിരിക്കും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. കോൺഗ്രസ് ഒരുപക്ഷെ ആ സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് നൽകിയാൽ ജോസഫ് ഗ്രൂപ്പിൻ്റെ ഒരു പ്രാദേശിക നേതാവോ മറ്റേ ആയിരിക്കും അവിടെ മത്സരിക്കുക. കാരണം അവിടെ വലിയ വിജയപ്രതീക്ഷയില്ല UDFന് ഈ ജോസഫ് ഗ്രൂപ്പിന് കൊടുക്കുകയാണെങ്കിൽ. ആ സീറ്റ് തിരുവല്ല സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്താൽ മാത്രമേ അവിടെ കോൺഗ്രസിന് വിജയപ്രതീക്ഷയുള്ളൂ. അതല്ല എങ്കിൽ മാത്യു ടി തോമസ് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം ഏതുമില്ല. എന്നാൽ അനൂപ് ആൻ്റണി അവിടെ BJP സ്ഥാനാർത്ഥിയായിട്ട് വരികയാണെങ്കിൽ വലിയ തോതിലുള്ള ചില മാറ്റങ്ങൾ, മലക്കം മറിച്ചുകൾ അവിടെ നടക്കും. കാരണം അവിടെ മാർത്തോമ ക്രൈസ്തവ വിഭാഗങ്ങളിൽ ധാരാളം ആളുകൾ ഇപ്പോൾ BJPയിലേക്ക് വന്നിട്ടുണ്ട്. പലരും BJPയുടെ ഭാരവാഹികളാണ്. അതുകൊണ്ട് തന്നെ BJPക്ക് അവിടെ ശക്തമായൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന രീതിയിലുള്ള ഒരു പ്രചരണം, അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം അവിടെ രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് അനൂപ് ആൻ്റണിയെ അവർ അവിടെ കളത്തിൽ ഇറക്കുന്നതും. മാത്യു ടി തോമസിനെ ഒരു പക്ഷേ തോൽപ്പിക്കാൻ കഴിയില്ലായിരിക്കാം. പക്ഷേ രണ്ടാം സ്ഥാനത്ത് BJP ഒരു പക്ഷേ തിരുവല്ലയിൽ വന്നേക്കാമെന്നുള്ള തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ വരികയാണെങ്കിൽ UDFന് അവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാതെയാവും. UDFൻ്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്ത് പോകാനാണ് സാധ്യത. BJP ഏതായാലും തിരുവല്ല തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സീറ്റായി ലക്ഷ്യപ്പെടുന്നുണ്ട്. അവിടെ അനൂപ് ആൻ്റണിയെ രംഗത്തിറക്കാനുള്ള എല്ലാ സംഗതികളും, എല്ലാ കാര്യപരിപാടികളും, എല്ലാ നീക്കങ്ങളും അവർ പൂർത്തിയാക്കി കഴിഞ്ഞു. അനൂപ് ആൻ്റണി ഇപ്പോൾ തന്നെ അവിടെ ചെറിയ തോതിൽ പ്രചരണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്യു ടി തോമസിനോട് വീണ്ടും അവിടെ നിൽക്കണമെന്ന് പാർട്ടിയും CPM ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ ഇടതുപക്ഷ മുന്നണിക്കും മാത്യു ടി അല്ലാതെ മറ്റൊരു നേതാവിനെ അവിടെ കണ്ടെത്താൻ കഴിയുന്നില്ല. അവിടെ പ്രഗത്ഭരായും മറ്റൊന്ന് ഇടതുമുന്നണി നേതാക്കളാരും ഇല്ല. CPM നേതാക്കൾ അവിടെ CPMനെ അവിടെ നിർത്തിയിട്ട് കാര്യമില്ല. കാരണം അവർക്ക് അവിടെ വോട്ട് ലഭിക്കില്ല. അവിടെ മാത്യു ടി തോമസിനെ പോലെ മാർത്തോമ സഭയ്ക്കായിട്ട് ബന്ധമുള്ള ഒരു നോൺ കമ്മ്യൂണിസ്റ്റുകാരൻ, ഒരു നോൺ CPMകാരൻ നിന്നാൽ മാത്രമേ അവിടെ വിജയിക്കാൻ, ഇടത് സ്ഥാനാർത്ഥി നിന്നാൽ മാത്രമേ അവിടെ വിജയിക്കാൻ സാധ്യതയുള്ളൂ. അവിടെ UDFന് ആ ജോസഫ് ഗ്രൂപ്പിന് ആ സീറ്റ് കൊടുത്താൽ UDFന് അവിടെ പച്ചോടാനും കഴിയില്ല. അവിടെയാണ് BJP അനൂപ് ആൻ്റണിയെ രംഗത്തിറക്കുന്നതിനുള്ള തന്ത്രപരമായ നീക്കം അവിടെ കാണുന്നത്. അല്ലെങ്കിൽ അനൂപ് ആൻ്റണി അവിടെ ഇറങ്ങുമ്പോൾ കളം അദ്ദേഹത്തിന് പിടിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ അനൂപ് ആൻ്റണിയെ രംഗത്തിറക്കിക്കൊണ്ട് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആൻ്റണിയെ രംഗത്തിറക്കിക്കൊണ്ട് ഒരു ശക്തമായ രാഷ്ട്രീയ നീക്കത്തിന് BJP ശ്രമിക്കുകയാണ്. തിരുവല്ലയിൽ ഏതായാലും അടുത്ത തവണ മത്സരം പൊടിപാറും. ഒരുപക്ഷെ BJP രണ്ടാം സ്ഥാനത്തെത്തിയേക്കാം.